നല്ല മാറ്റങ്ങൾക്ക് സംസ്ഥാനത്തിന് മാതൃകയായ ഒരുപാട് നല്ല മാറ്റങ്ങൾക്ക് മലപ്പുറം മുൻപേ തുടക്കം കുറിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിലേക്ക് കടന്നു വരികയാണ് മലപ്പുറം മേൽമുറി GMLP സ്കൂളും. സമ്പൂർണ്ണമായി ശീതീകരിച്ച ആധുനിക സൗകര്യങ്ങളൊരുക്കിയ ഒരു സ്കൂളായിട്ട് മലപ്പുറം GMLP സ്കൂളിനെ ഈ മലപ്പുറം നഗരസഭ മാറ്റിയെടുത്തിട്ടുണ്ട്. മുൻപ് ഇതൊരു സാധാരണ സ്കൂളായിരുന്നു. ഫിറ്റ്നസ് പോലും ഇല്ലാതെ അടച്ചുപൂട്ടേണ്ട സാഹചര്യത്തിലുള്ളൊരു സ്കൂളായിരുന്നു. ആ സ്കൂളാണ് ഇവിടെ എല്ലാവിധ സംവിധാനങ്ങളുടെയും അതും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള മാതൃകയായ ഒരു സ്കൂളാക്കി മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ ഈ സ്കൂളിൻ്റെ അവസാന വട്ട ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ക്ലാസ് മുറികളിൽ ചെന്നാൽ കാണാൻ കഴിയും. ഇതാണ് ഒരു ക്ലാസ് മുറികൾ. ഏറ്റവും ആധുനികമായ സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ, കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാൻ കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഉപകരണങ്ങൾ, മേശയും ഡെസ്കും തുടങ്ങി ഒരു പബ്ലിക് സ്കൂളിൽ നല്ല ഫീസ് വാങ്ങി കുട്ടികളെ പഠിപ്പിക്കുന്ന പബ്ലിക് സ്കൂളുകളിൽ മാത്രം ഉണ്ടാകുന്ന സൗകര്യങ്ങളാണ് ഒരു ഗവൺമെൻറ് സ്കൂളിൽ, ഒരു സർക്കാർ സ്കൂളിലൂടെ ഒരുക്കുന്നത്. ആധുനിക ബോർഡ്, അതേപോലെ നമുക്ക് കാണാം AC, CCTV, ഫാൻ തുടങ്ങി കുട്ടികളെ സംബന്ധിച്ച് ഈ ഒരു ക്ലാസ് മുറിയിൽ എത്തുമ്പോൾ തന്നെ അവർക്കതിൻ്റെ മാറ്റം മനസ്സിലാക്കാൻ കഴിയും. മലപ്പുറം നഗരസഭ ചെയർമാൻ മുജീബ് കാടേരി പറയുകയാണ് ഈ സ്കൂളിലേക്കുള്ള മാറ്റത്തിൻ്റെ കഥ. നമ്മുടെ ഈ പറഞ്ഞ പോലെ 100 വർഷം പഴക്കമുള്ളൊരു സ്കൂളാണ് മേൽമുറി GMLP സ്കൂൾ സെൻട്രൽ. അതിൻ്റെ പഴയ കെട്ടിടം നിങ്ങൾക്ക് കാണാൻ കഴിയും, ഓടൊക്കെ തകർന്ന്. ഈ വർഷം ഫിറ്റ്നസ് കിട്ടാത്തത് മൂലം നമ്മൾ താൽക്കാലികമായിട്ടൊരു റെൻറ്റ് ബിൽഡിങ്ങിലേക്ക് മാറ്റി. അപ്പോൾ ഈ ബിൽഡിങ് മാറ്റി സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് കൗൺസിൽ വന്ന ഉടനെ തന്നെ ചർച്ച ആരംഭിച്ചിരുന്നു. അപ്പോൾ ലഭ്യമായ സ്ഥലം നോക്കി അനുയോജ്യമായൊരു സ്ഥലം കിട്ടി. സ്കൂളിൻ്റെ അടുത്ത് തന്നെയുള്ള ഇപ്പോൾ എല്ലാ ക്ലാസ് റൂമുകളും, ഇവിടെയുള്ള 8 ക്ലാസ് റൂമാണ് നിലവിലുള്ളത്. എല്ലാ ക്ലാസ് റൂമിലും 4 ടൺ AC പ്രകാരം, അഥവാ 2 ടണ്ണിൻ്റെ 2 AC, പ്ലസ് ഓരോ ക്ലാസ് റൂമിലും 4 ഫാനുകൾ, അതുപോലെ പ്രോജക്ടറുകൾ, സ്ക്രീന്. ഇനി ഓരോ കുട്ടികൾക്കും വേണ്ട ഇൻഡിവിജ്വൽ കിഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫർണിച്ചറുകൾ, അങ്ങനെ തുടങ്ങി നമ്മുടെ എല്ലാ ക്ലാസ് ഫെസിലിറ്റീസും ഒരു ഗവൺമെൻറ് സ്കൂൾ കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ ലക്ഷ്യം. ഇവിടെ വരുന്ന മുഴുവൻ ഓൾമോസ്റ്റ് ഒരു 99% സാധാരണക്കാരാണ്. കാരണം ചുറ്റുവട്ടത്ത് എയ്ഡഡ് സ്കൂളുണ്ട്, അൺഎയ്ഡഡ് സ്കൂളുകളുണ്ട്, എല്ലാ മറ്റ് ദൂരപ്രദേശങ്ങളിലെ സ്കൂളുകൾക്ക് വാഹന സൗകര്യമുണ്ട്. ഒരു ഗതിയില്ലാത്തവരാണ് ഭൂരിഭാഗവും സത്യത്തിൽ ഈ സ്കൂളിൽ വന്നിരുന്നത്. സത്യത്തിൽ ആ കുട്ടികളുടെ ഒരു ജീവിത ചുറ്റുപാട് കൊണ്ട് എന്തായിക്കൂടാ, അവർക്ക് ഈ ഉയർന്ന പശ്ചാത്തല സൗകര്യം അന്യായിക്കൂടാ. അങ്ങനെയാണ് ഞങ്ങൾ ഗവൺമെൻറ് സ്കൂളിൽ മാറ്റം കൊണ്ടുവരണം എന്നുള്ളതിൻ്റെ ഒരു കോൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്കൂളിനെ എല്ലാ ക്ലാസ് റൂമും AC ആക്കി, ടീച്ചേഴ്സിൻ്റെ സ്റ്റാഫ് റൂം AC ആക്കി, ഹെഡ് മാസ്റ്ററുടെ റൂം എയർ കണ്ടീഷൻഡാണ്, ലാബ്, എൻ്റെ ഈ സ്കൂളിലുള്ള എല്ലാ റൂമും എയർ കണ്ടീഷൻഡാണ്. കിച്ചൺ പ്രത്യേകമായിട്ടുള്ള മോഡേൺ കിച്ചൺ ഫെസിലിറ്റീസ് ഒരുക്കി. എല്ലാ ഫ്ലോറിലും പ്യൂരിഫൈഡ് വാട്ടർ സിസ്റ്റം ഉണ്ട്, CCTV ഉണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ഏറ്റവും ഉയർന്ന സൗകര്യത്തിൽ, ഒരു സ്റ്റാർ ഹോട്ടലിലൊക്കെ എന്തൊക്കെ സൗകര്യം കൊടുക്കാൻ പറ്റും അത്രയും സൗകര്യം നമ്മൾ ഏറ്റവും സാധാരണക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. എത്ര ചെലവ് വന്നു? 5,58,00,000 രൂപ ഞങ്ങൾക്ക് ഇതിൻ്റെ സ്ഥലം വാങ്ങിയത് ഉൾപ്പെടെയുള്ള കോസ്റ്റ് വന്നു. മുനിസിപ്പാലിറ്റിയാണ് തുക മുഴുവൻ വഹിച്ചത്. ഒരു 50 ലക്ഷം രൂപ MLAയുടെ ഫണ്ടിൽ ബഹുമാനപ്പെട്ട P. ഉബൈദുള്ള MLA അനുവദിച്ചു. ബാക്കി എല്ലാ തുകയും, ഇതുമായി ബന്ധപ്പെട്ട് വന്ന എല്ലാ തുകയും, ഈവൻ സോളാർ ബേസ്ഡാണ്. ഇത്രയധികം ACയും ലൈറ്റും ഫാനും സ്ക്രീനും ഒക്കെ വർക്ക് ചെയ്യുമ്പം അത്യാവശ്യം എനർജി ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതൊരു ഭാവിയിൽ ഒരുപക്ഷെ ഇത് ബാധ്യതയാവും. ഗവൺമെൻറ് സ്കൂളാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ആദ്യമേ കരുതി ഇതിൻ്റെ മെയിൻ്റനൻസ് പാർട്ട് ആദ്യം എൻഷുർ ചെയ്തു. അഥവാ ഈ ഇലക്ട്രിസിറ്റി ചാർജ് അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സിസ്റ്റം മുഴുവൻ സോളാർ ബേസ്ഡ് ആക്കി. അതുകൊണ്ട് തന്നെ ഇനി തീരെ ചിലവില്ലാതെയാണ് ഈ സിസ്റ്റം മുഴുവൻ റൺ ചെയ്യുക. മുമ്പ് അംഗനവാടികളൊക്കെ AC ആക്കിയൊരു ഹിസ്റ്ററി, ചരിത്രം കുറിച്ചൊരു ഇതുണ്ട് മലപ്പുറം നഗരസഭയ്ക്ക്. അതിന് പിന്നാലെ സ്കൂളുകൾ എങ്ങനെ കാണുന്നത്? ഈ അംഗനവാടി 64 അംഗനവാടി AC ആക്കി. ഇപ്പം ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് LP സ്കൂളിലേക്ക് പോയി. ഇത് ഇവിടങ്ങളിലൊക്കെ വരുന്ന ഏറ്റവും സാധാരണക്കാരൻ്റെ കുട്ടികളാണ്. മറ്റുള്ളവർക്ക് പല അവസരം ഉണ്ടാവും. ചുരുങ്ങിയ പക്ഷം വീട്ടിൽ AC ഉള്ള കുട്ടികളുണ്ടാവും. ഇവിടെ വരുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ഏതാണ്ട് എല്ലാ കുട്ടികളും ACയിൽ ഒരു മണിക്കൂർ പോലും ജീവിതത്തിൽ കിടക്കാൻ അവസരം കിട്ടാത്ത കുട്ടികളായിരിക്കും. അപ്പോൾ സാധാരണക്കാരുടെ കുട്ടികൾ വരുന്ന സംവിധാനങ്ങളാണല്ലോ പൊതു സംവിധാനത്തിൻ്റെ ചുമതലയുള്ള ആളുകൾ നിർവഹിക്കേണ്ടത്. ആ ഒരു കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അർത്ഥത്തിലുള്ള മാറ്റം ഈ ഗവൺമെൻറ് സ്കൂളിലേക്കും കൊണ്ടുവരുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു സ്റ്റാഫ് റൂമിലേക്ക് വരികയാണെങ്കിൽ ഇത് ഹെഡ് മാസ്റ്ററുടെ മുറിയാണെന്ന് കാണാം. അതും ഏറ്റവും നല്ല രീതിയിലുള്ള ഫർണിച്ചറുകൾ ഒരുക്കി ഇൻറ്റീരിയർ ഡിസൈനിൽ വരെ ഒരു പ്രീമിയം ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ടാണ് ഈ ഒരു ക്ലാസ് റൂമിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് ഹെഡ് മാസ്റ്ററുടെ മുറിയും അതിനുശേഷമുള്ള സ്റ്റാഫ് റൂമും ഒക്കെ തന്നെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെയാണ് സ്കൂളിൻ്റെ കിച്ചൺ വരുന്നത്. ഇവിടെയും നമുക്ക് കാണാം നല്ല ഉയരത്തിൽ അഗ്നിശമന
നിർദ്ദേശിക്കുന്ന സൗകര്യങ്ങളൊക്കെ ഒരുക്കി വളരെ വിശാലമായിട്ടുള്ള ഒരു കിച്ചണും ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ ഓരോ ഫ്ലോറിലും 3 നിലകളുണ്ട്. ഈ ഓരോ നിലകളിലും ടോയ്ലറ്റ് സൗകര്യങ്ങളും അതേപോലെ ശുദ്ധീകരിച്ച കുടിവെള്ളം ലഭ്യമാക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഓരോയിടത്തും ഒരുക്കിയിട്ടുണ്ട്. സാധാരണക്കാരാണ് ഇവിടേക്ക് വരുന്ന കുട്ടികളൊക്കെ തന്നെ. അവർക്കൊക്കെ ഈ ഒരു സാമ്പത്തികത്തിൻ്റെ പ്രശ്നം ഏറ്റവും മികച്ച സൗകര്യങ്ങൾ ഇല്ലാതെയാകുന്നതിന് തടസ്സമാകരുത് എന്നൊരു ഉദ്ദേശമാണ്, ഒരു ലക്ഷ്യമാണ് ഇത്തരത്തിൽ ഒരു സംരംഭത്തിന് പിന്നിലെന്ന് മലപ്പുറം നഗരസഭ ചെയർമാൻ വ്യക്തമാക്കുന്നു. 5,58,00,000 രൂപയാണ് ഈ ഒരു സ്കൂളിൻ്റെ നിർമ്മാണത്തിന് ചെലവ് വന്നിരിക്കുന്നത്. ഇത് ഈ ഭൂമി വാങ്ങിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം അടക്കമാണ് ഈ ഒരു ചെലവ് വന്നിരിക്കുന്നത്. അതിൽ 50 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്ന് ലഭിച്ചു. മറ്റ് സംഖ്യയൊക്കെ നഗരസഭ തന്നെയാണ് കണ്ടെത്തിയത്. ഒരു നഗരസഭയ്ക്ക് ഇതെല്ലാം സാധ്യമാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി പ്രകാരമാണ്. അല്ല, തീർച്ചയായിട്ടും ഇതിനൊക്കെ പ്രൊവിഷൻ ഉണ്ട്. യഥാർത്ഥത്തിൽ പ്രൊവിഷൻ ഉണ്ട്. ഒരു വഴിയില്ലെങ്കിൽ മറ്റൊരു വഴിയിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയും. ഇപ്പം ഞങ്ങൾ നടത്തിയ എല്ലാ പദ്ധതികളിലും മാർഗ്ഗരേഖകളില്ലാത്ത പദ്ധതികൾക്ക് ഗവൺമെൻറ് സ്പെഷ്യൽ അപ്രൂവൽ വാങ്ങണം. ഇതിനകത്തുള്ള നമ്മുടെ ഇൻട്രസ്റ്റ് ജെന്യൂണാണ്, മെറിറ്റ് ബേസ്ഡാണെന്ന് കണ്ടാൽ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. കാരണം സാധാരണക്കാരുടെ കുട്ടികൾ പഠിക്കുന്നൊരു സ്കൂളിൽ സൗകര്യങ്ങൾ ഒരുക്കിയത് കൊണ്ട് നമുക്ക് എന്താണ് സമൂഹത്തിന് നഷ്ടം? പിന്നെ വരാനിരിക്കുന്നതിൻ്റെ ബാധ്യതകളാണ്. ബാധ്യതകളെ നമ്മൾ ആദ്യമേ കൃത്യമായി മുൻകൂട്ടി കണ്ട് അതുകൂടി അറ്റൻഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടാക്കിയാൽ ഇതെല്ലാം സാധ്യമാണ്. സത്യത്തിൽ ഗവൺമെൻറ് സംവിധാനത്തിൽ ഒരു വഴിയല്ലെങ്കിൽ ഓപ്ഷൻ എ അടഞ്ഞു കഴിഞ്ഞാൽ ബി ഓപ്ഷൻ ഉണ്ട് യഥാർത്ഥത്തിൽ. പക്ഷേ അതെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതും പിന്നെ ഇതിലൊക്കെ ട്രാൻസ്പെറൻസി, ആളുകൾക്ക് തോന്നുന്നതിൻ്റെ ഇൻറ്റൻഷൻ യഥാർത്ഥത്തിൽ സത്യസന്ധമാണ്, ഇത് ചെയ്യുന്നത് വസ്തുതാപരമാണ്. മറ്റൊരു താല്പര്യം ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പോലും ഇതിൽ എതിർക്കില്ലെന്ന് മാത്രമല്ല സമൂഹം മുഴുവൻ ഒപ്പം നിന്നൊരു ചരിത്രമാണ് ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഞങ്ങൾക്ക് സ്പോൺസർഷിപ്പ് ഫണ്ട് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഡിസൈനിങ് പാർട്ടിൽ ഞങ്ങളുടെ എഞ്ചിനീയറിംഗിന് പുറമെ ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സ്ഥാപനങ്ങളുടെയും ആ മേഖലയുടെ എഞ്ചിനീയർമാരുടെയും സപ്പോർട്ട് വാങ്ങി അതൊരു പരിധി വരെ വോളണ്ടിയറായിട്ടാണ് എല്ലാവരും ചെയ്തു തന്നത്. നേരിട്ട് 5,58,00,000 രൂപ വന്നു. അതിൽ 5,05,00,000 രൂപയും മുനിസിപ്പാലിറ്റിയാണ്. 5,08,00,000 രൂപ 50 ലക്ഷം രൂപ MLAയുടേതാണ്. വലിയൊരു സ്വപ്ന സാക്ഷാത്കാരം. വലിയ പൂർണ്ണ മനസ്സംതൃപ്തിയോടുകൂടിയാണ് ഞങ്ങൾ ഈ പദ്ധതി 19-ാം തീയതി ഞായറാഴ്ച ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്യുകയാണ്. തൊട്ടടുത്ത ദിവസം 20-ാം തീയതി തിങ്കളാഴ്ച കുട്ടികൾ മുഴുവൻ ഈ സ്കൂളിലേക്ക് വരാനിരിക്കുകയാണ്. മണിക്കൂറുകൾ എണ്ണി ആ സുന്ദരമായിട്ടുള്ള നിമിഷത്തിന് വേണ്ടി ഞങ്ങളൊക്കെ കാത്തിരിക്കുകയാണ്. എന്നിട്ടെങ്കിലും മലപ്പുറം നഗരസഭയുടെ ഈ ഒരു സ്കൂൾ, മേൽമുറി സെൻട്രൽ സ്കൂള്, സംസ്ഥാനത്തിന് ഒന്നാകെ മാതൃകയാണ്. എങ്ങനെ വേണം ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ കീഴിലുള്ള സ്കൂൾ എന്നതിന് ഏറ്റവും മികച്ച ഉദാഹരണമായി, സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഉദാഹരണമായി നമുക്ക് ഇനി മുതൽ ഈ സ്കൂളിനെ കാണാൻ സാധിക്കും. ഞായറാഴ്ചയാണ് സ്കൂളിൻ്റെ ഉദ്ഘാടനം. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ ഈ സ്കൂളിലേക്ക് കുട്ടികൾ കയറി വരുന്ന ആ ഒരു കാഴ്ച, അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് മലപ്പുറം ഇപ്പോഴുള്ളത്. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18.